വന്യജീവികൾ സ്വാഭാവികമായും വനത്തിൻ്റെ ഭാഗമാണല്ലോ. അപ്പോൾ വന്യജീവികൾ ആക്രമിക്കുമ്പോൾ വനത്തിനല്ലേ പ്രതിക്കൂട്ടിൽ കയറ്റാൻ പറ്റും, മറ്റേതെങ്കിലും വകുപ്പിന് പ്രതിക്കൂട്ടിൽ കയറ്റാൻ പറ്റുമോ? അതൊക്കെ സ്വാഭാവികമായും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന പ്രതികരണങ്ങളാണെന്ന് ഞാൻ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ പ്രതികരണങ്ങൾ സ്വാഭാവികമാണ്. ഗവൺമെൻറ്റിൻ്റെ ജോലി ആ പ്രതികരണങ്ങൾ മനസ്സിലാക്കി ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. ആ ഫലപ്രദമായ നടപടികളുടെ ഭാഗമായാണ് മുഖ്യമന്ത്രി ജനപ്രതിനിധികളുടെ യോഗം വിളിച്ചു, ഉദ്യോഗസ്ഥതല യോഗം വിളിച്ചു, ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങൾ സംബന്ധിച്ച് വയനാട്ടിലെ ജനപ്രതിനിധികളുമായി വീണ്ടും ചർച്ച ചെയ്തതിനാണ് ഒരു 3 അംഗ മന്ത്രിസഭ സമിതിയെ നിയോഗിച്ചു. ആ സമിതി എല്ലാവരുടെയും സൗകര്യം പരിഗണിച്ച് 20-ാം തീയതി അവിടെ സന്ദർശിക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതിനിടയിൽ വനം വകുപ്പ് മന്ത്രി പ്രത്യേകമായി അവിടെ ചെന്ന് പുതിയ കാര്യങ്ങളെന്തല്ലോ പറയേണ്ട, നമ്മൾ കൂട്ടായെടുത്ത തീരുമാനം, ആ തീരുമാനം അവരെ അറിയിച്ച് അവർക്കെന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടെങ്കിൽ അതും കേട്ട് പരിഷ്കരിച്ച് അത് നടപ്പിലാക്കാനാണ്. അപ്പോൾ 2 തട്ടിലായിട്ടാണ് അവിടെ യോഗം ചേരുന്നത്. ഒന്ന് രാഷ്ട്രീയ പാർട്ടിയുടെ സർവകക്ഷി യോഗം, 2 പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാരുടെ യോഗം. കാരണം അവരിലൂടെയാണ് നമ്മളിത് നടപ്പിലാക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ എല്ലാ പശ്ചാത്തല സൗകര്യവും ഒരുക്കി ഒരു സ്ഥലത്ത് ചെല്ലുന്നതാണ് ഉചിതം എന്ന് കരുതുന്നു. ആ നടപടികളിലാണ് ഇപ്പോൾ വനം മന്ത്രിയും ഗവൺമെൻറ്റും വ്യാപൃതരായിരിക്കുന്നത്. എന്നാൽ അതാത് സമയം ഓരോ മണിക്കൂർ കൂടുമ്പോൾ അവിടുത്തെ സ്ഥിതിഗതികൾ അവലോകനം ചെയ്ത് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നുമുണ്ട്. മറ്റേത് പ്രതിഷേധത്തിൽ ഞാൻ ആദ്യം മുതൽ പ്രതിഷേധം ന്യായമാണ് എന്ന് തന്നെയാണ്. പക്ഷേ ഞാൻ അതിനകത്ത് ഒരു വ്യത്യാസം പറഞ്ഞിരിക്കുന്നത്, അത് അക്രമാസക്തമായി പോകുമ്പോൾ അത് നമുക്ക് പരിഹാരം കാണാനുള്ള വഴിയല്ല തെളിയുക, കൂടുതൽ പ്രശ്നം സങ്കീർണമാക്കുകയാണ് ചെയ്യുക. അത് ഏതാണ്ട് വയനാട്ടിലെ ജനങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്ക് പരസ്പരം കൂടിയാലോചിച്ച് പ്രശ്നപരിഹാരം കാണുന്നതാണ് ഉചിതം എന്ന് തന്നെയാണ് എൻ്റെ ഇപ്പോഴത്തെ നിലപാട്. അല്ല, ഞാൻ അതൊക്കെ ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമല്ലേ. അത് എന്തിനാണ് തടയാൻ പാടില്ല എന്നൊരു നിലപാട് ഞാൻ എടുക്കുന്നത്. അത് പ്രതിഷേധത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ഒരു കാര്യവും നിരോധിക്കാനോ നിഷേധിക്കാനോ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ ഒരുക്കല്ലല്ലോ. പ്രത്യേക ചുമതലയുള്ള CCF ഉടൻ ചുമതല ഏറ്റെടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് മാത്രം കാര്യങ്ങൾ നടക്കുമോ? കൂടുതൽ അല്ല, ഏതെങ്കിലും ഒന്നുകൊണ്ട് മാത്രം ഒരു കാര്യവും നടക്കുകയില്ല. എന്നാൽ ഈ പല ഒന്നുകളെ കൂട്ടിച്ചേർത്ത് വെക്കുമ്പോൾ നമുക്ക് പരിഹാരം കാണാൻ വേണ്ടി കഴിയും. അതിനാണ് ഏതൊക്കെ എന്തൊക്കെയെന്ന്. അപ്പോൾ അവിടെ മന്ത്രി പോയതുകൊണ്ട് പ്രശ്നം പരിഹരിക്കുമോ? ഇല്ല. എന്നാൽ മന്ത്രി പോകണ്ടേ? പോകണം. അവിടെ CCFനെ വെച്ചുകൊണ്ട് മാത്രം പ്രശ്നം പരിഹരിക്കുമോ? ഇല്ല. എന്നാൽ പ്രത്യേകം അവിടെ വെക്കണ്ടേ? 3 സംസ്ഥാനങ്ങളുമായി കോർഡിനേഷൻ ഉണ്ടായാൽ പ്രശ്നം പരിഹരിക്കുമോ? ഇല്ല. എന്നാൽ അങ്ങനെ വേണ്ടേ? അപ്പോൾ ഒന്ന് മാത്രം എടുത്ത് അതുകൊണ്ട് പ്രശ്നം പരിഹരിക്കില്ല, അതുകൊണ്ട് പ്രശ്നം ഇതൊരു സമഗ്രമായ ഒരു പാക്കേജായി മുമ്പിൽ വരുമ്പോൾ ആ പാക്കേജ് ഫലപ്രദമായി പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ അതിൻ്റെ ഫലം നമുക്ക് അനുഭവിക്കാൻ കഴിയും. ഒന്നുകൊണ്ട് മാത്രം ഒരു പ്രശ്നവും പരിഹരിക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. പലതും കൂടിച്ചേരുമ്പോൾ എല്ലാറ്റിൻ്റെയും സഹകരണം ഉറപ്പുവരും. ഒരു മന്ത്രി മാത്രം വിചാരിച്ചാൽ ഗവൺമെൻറ് നടക്കുക. എല്ലാവരുടെയും കൂട്ടായ ശ്രമമാണ്. ഉദ്യോഗസ്ഥന്മാർ കൂട്ടായ ശ്രമമാണ്. കൂട്ടായ്മയിലൂടെയാണ് ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുക എന്ന വിശ്വാസക്കാരനാണ് ഞാൻ.